സംസ്ഥാന ബിജെപിയിൽ ഭിന്നത രൂക്ഷമാകുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ പടയൊരുക്കം. അധ്യക്ഷൻ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, കൂടിയാലോചന നടത്തുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ ആണ് ഉയരുന്നത്. മുൻ അധ്യക്ഷന്മാരായ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും അവഗണിക്കുന്നു എന്നാണ് ആരോപണം. യോഗങ്ങളിലേക്ക് വിളിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. പാർട്ടി രഹസ്യങ്ങൾ ചോരുന്നതായും വിമർശനമുണ്ട്. വിവരങ്ങളുമായി ആർ റോഷിപാലും വി എസ് രഞ്ജിത്തും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ആർ റോഷിപാലിലേക്ക്. ആർ റോഷിപാൽ, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ബിജെപിയിൽ എന്താണ് സംഭവിക്കുന്നത്? സംസ്ഥാന ബിജെപിയിൽ പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം പഴയ നേതൃത്വം, പ്രത്യേകിച്ച് വി മുരളീധര പക്ഷത്തിന് കടുത്ത അസംതൃപ്തി. കാരണം അവരെ പൂർണ്ണമായി മാറ്റി നിർത്തുമെന്നാണ് പരാതി. മുതിർന്ന നേതാക്കളെ ഒന്നും കൃത്യമായി യോഗത്തിന് പോലും വിളിക്കുന്നില്ലെന്ന ആക്ഷേപം പലവട്ടം അത് കോർ കമ്മിറ്റിയിലടക്കം വിമർശനം ഉയർന്നതാണ്. ഏറ്റവും ഒടുവിൽ ചേർന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട സംസ്ഥാന യോഗത്തിൽ പോലും വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും വിളിച്ചില്ല എന്നതാണ് പരാതി. അതിന് തൊട്ടുപിന്നാലെ നടന്ന സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൽ ഇവരുടെ അസാന്നിധ്യം വലിയ ചർച്ചയാവുകയും ചെയ്തു. വി മുരളീധരനും കെ സുരേന്ദ്രനും ഈ പരിപാടിയിൽ 2 ദിവസവും പങ്കെടുത്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ ഈ അമർഷത്തിന്റെ തുടർച്ചയായിട്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ഏതായാലും ബിജെപി സംസ്ഥാന നേതൃത്വത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബിജെപിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള തിരഞ്ഞെടുപ്പാണ്. തിരുവനന്തപുരം അടക്കം ഒട്ടേറെ ഇടങ്ങളിൽ ഈ കോർപ്പറേഷനും ഒപ്പം ജില്ലാ പഞ്ചായത്തുകളിലടക്കം വലിയ പ്രതീക്ഷയുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് സംസ്ഥാന നേതൃത്വത്തിൽ, സംസ്ഥാന കമ്മിറ്റിയിലടക്കം വലിയ രീതിയിൽ അമർഷം പുകയുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ പലപ്പോഴായി സുരേന്ദ്രനെ വി മുരളീധരനെ അവഗണിക്കുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു സമവായ നീക്കം ഏതായാലും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. സംഘടനാ പ്രവർത്തനത്തിൽ പരിചയസമ്പത്തില്ലാത്തതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് വലിയ തിരിച്ചടിയാവുന്ന അടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നു. അതേസമയം തന്നെ പാർട്ടിയുടെ രഹസ്യങ്ങളടക്കം ചോർത്തുന്നു ഈ മുരളീധര പക്ഷം എന്നടക്കമുള്ള ആരോപണമുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പ്രധാനപ്പെട്ട ചുമതലയുള്ള പല ആളുകളും സംശയമുനയിലാണ്. രാജീവ് ചന്ദ്രശേഖറിനെ അനുകൂലിക്കുന്ന ഔദ്യോഗിക പക്ഷമാണ് ഇത്തരമൊരു പരാതി ഉയർത്തുന്നത്. സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളടക്കം ചോർത്തുന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ നീക്കങ്ങളടക്കം, അത് സർക്കുലർ അടക്കം നേരെ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയാണ് ഓഫീസിലെ ചിലർ എന്ന സംശയവും രാജീവ് ചന്ദ്രശേഖറിനടക്കമുണ്ട്. സുജയ. ഓക്കെ, വി എസ് രഞ്ജിത്ത് കൂടി നമുക്ക് പോകണ്ട. വി എസ് രഞ്ജിത്ത്, ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു നേതൃത്വം എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം സമരത്തിന്റെ വേളയിൽ പങ്കുവച്ച ഒരു പോസ്റ്ററിൽ RC എന്നുള്ളതിന്റെ ഒരു എക്സ്പാൻഷനായി റിയൽ ചേഞ്ച് എന്നുള്ളതാണ് വെച്ചിരുന്നത്. പക്ഷേ ആ റിയൽ ചേഞ്ച് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണോ പ്രശ്നം? പുതിയ പുനഃസംഘടനയോടുകൂടിയാണ് BJPക്കുള്ളിലെ പൊട്ടിത്തെറി അത് പ്രകടമായി തുടങ്ങിയത്. അതായത് രാജീവ് ചന്ദ്രശേഖർ തന്റെ ടീമിനെ പ്രഖ്യാപിച്ച സമയത്ത് ആ ടീമിനകത്ത് കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും നോമിനികളായി വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വി മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ആളാണ്, മുൻ അധ്യക്ഷനാണ്. ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ദേശീയ ഭാരവാഹിക്ക് തത്തുല്യമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അർഹമായ പ്രാതിനിധ്യം ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ടീമിൽ കിട്ടിയില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പാസ്റ്റ് പ്രസിഡന്റ്, ഏറ്റവും സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് എന്ന രീതിയിൽ കിട്ടേണ്ട ഒരു പ്രാതിനിധ്യം അത് കെ സുരേന്ദ്രനും കിട്ടിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അതിനുശേഷം നടന്ന യോഗങ്ങൾ, കോർ കമ്മിറ്റി ആണെങ്കിലും സംസ്ഥാന ഭാരവാഹി യോഗങ്ങളാണെങ്കിലും പാർട്ടിയുടെ പ്രതിഷേധ പരിപാടികളാണെങ്കിലും ഒക്കെ അതിലൊക്കെ കെ സുരേന്ദ്രന്റെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. കെ സുരേന്ദ്രൻ കഴിഞ്ഞ 1 മാസത്തോളം ചികിത്സ എന്ന പേരിൽ പല പരിപാടികളിൽ നിന്നും മാറി നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം കോട്ടക്കലും അതുപോലെ വീട്ടിലുമൊക്കെ ആയുർവേദ ചികിത്സയിലായിരുന്നു. അതിനുശേഷം പാർട്ടി വലിയൊരു പരിപാടി, സെക്രട്ടേറിയറ്റ് വളയുന്ന തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആ പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, തലേ ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം കോഴിക്കോട്ടേക്ക് വരികയും കോഴിക്കോട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അങ്ങനെ മാധ്യമങ്ങളെ കണ്ട ശേഷം അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊരു പ്രശ്നവുമില്ല, ഞാൻ വരില്ല എന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാവുന്നു വി മുരളീധരൻ അദ്ദേഹത്തിന്റെ ചുമതലയുമായി ബന്ധപ്പെട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ യാത്രയിലായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും മുരളീധര പക്ഷം എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള ടീം ഈ ഒരു രാജീവ് ചന്ദ്രശേഖരൻ നീക്കത്തിൽ, ഏകപക്ഷീയമായ നീക്കത്തിൽ അവർക്ക് വലിയ എതിർപ്പുണ്ടെന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ വിശ്വാസത്തിലെടുത്തിരിക്കുന്ന ആളുകളിൽ അതിപ്പോൾ ഷോൺ ജോർജ് ആണെങ്കിലും അനൂപ് ആന്റണി ആണെങ്കിലും ഒരു പരിധിവരെ MT രമേശിനെയും ശോഭാ സുരേന്ദ്രനെയും PK കൃഷ്ണദാസിനെയും ഒക്കെ ആ ടീമിൽ ഉൾപ്പെടുത്തുമ്പോഴും ആ ടീമിന് പുറത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് എന്ന രീതിയിൽ കെ സുരേന്ദ്രനും അതുപോലെ
ഉദാഹരണത്തിന് മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള വി മുരളീധരനും ഉള്ളത്. അത് അവർ പ്രകടമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ, പാർട്ടിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ, അതിൻ്റെ ചുമതലകളിൽ ഒന്നും തന്നെ നമുക്ക് കെ സുരേന്ദ്രനെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കെ സുരേന്ദ്രൻ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അത് രഞ്ജിത്ത്, ടി വി പ്രസാദിലേക്ക് കൂടി പോവുകയാണ് നമ്മൾ. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ BJP-യിൽ സംഭവിച്ചിരിക്കുന്ന ഘടനാപരമായ മാറ്റം, കുറെ പേർ ഉൾപ്പെട്ടു, കുറെ പേർ ഉൾപ്പെടാതെ പോയി. ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിച്ച ചിലർക്ക് സ്വാഭാവികമായി ആ സ്ഥാനങ്ങളിലേക്ക് എത്താൻ കഴിയാത്തതിലുള്ള ഒരു അതൃപ്തിയും അമർഷവും ഒക്കെ ഉണ്ടാകും. അത് പുനഃസംഘടനാ വേളയിൽ നമ്മൾ കാണാറുള്ളതാണ്.